ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വിമർശനം കടുപ്പിച്ച് CPM. ഡോക്ടറുടെ തുറന്നുപറച്ചിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നു. പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന നിലപാടാണ് ഡോക്ടറുടേതെന്ന് ദേശാഭിമാനി കുറ്റപ്പെടുത്തി. ഹാരിസിനെ മുഖ്യമന്ത്രി വിമർശിച്ചതിൽ തെറ്റില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. ഡോക്ടറുടെ പ്രവൃത്തി ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് മന്ത്രി സജി ചെറിയാനും കുറ്റപ്പെടുത്തി. എന്നാൽ ഡോക്ടറെ വിമർശിക്കാതെയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഹാരിസിനെ അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിലുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ CPM മൗനം പാലിച്ചു. എന്നാൽ മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചതോടെ ഡോക്ടറെ നിശിതമായി വിമർശിച്ച് പാർട്ടിയും മന്ത്രിമാരും രംഗത്തെത്തി. തുറന്നുപറച്ചിൽ തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്ന് പാർട്ടി മുഖപത്രം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായതെന്നും ദേശാഭിമാനി വിമർശിച്ചു. പറയേണ്ട വേദിയിൽ ഇക്കാര്യങ്ങൾ അദ്ദേഹം പറയണമായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമം പിന്നിലുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം. വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. ഡോക്ടറെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നു. ഇത്രയും നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു ആശുപത്രിയിൽ ചിലപ്പോൾ പനി കുറഞ്ഞു കാണും, ചിലപ്പോൾ എക്യുപ്മെന്റ്സിന് കുറവ് കാണും, ചിലപ്പോൾ മരുന്നിന്റെ കുറവ് കാണും. ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആ ഡോക്ടറെ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തതെന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥാനത്ത് യോജിച്ചതല്ല ചെയ്തത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അല്ല വിമർശിച്ചതെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. മുഖ്യമന്ത്രിയോട് ബഹുമാനം തുടരും. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് ഞാൻ ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല. സർക്കാരും പാർട്ടിയും വിമർശനം കടുപ്പിച്ചപ്പോൾ CPI മൃദു സമീപനം സ്വീകരിച്ചു. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയ മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. സത്യം പറയുന്നവരെ ഭീഷണിപ്പെടുത്തരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സത്യം തുറന്നു പറഞ്ഞവരെ ഭയപ്പെടുത്തരുത്. ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട്, MV ഗോവിന്ദന്റെ വർത്തമാനത്തിലുണ്ട്. ഡോക്ടറിന്റെ തുറന്നുപറച്ചിൽ പ്രതിപക്ഷം ആയുധമാക്കിയതോടെയാണ് ഡോക്ടറിന്റെ നിലപാടിനെ തള്ളി CPM-ഉം സർക്കാരും രംഗത്ത് വന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.